തുടരുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. 2 മന്ത്രിമാരെ കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. സഹമന്ത്രിസ്ഥാനം കുറഞ്ഞ പദവിയല്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. മന്ത്രിസ്ഥാനം 2 നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി താല്പര്യമില്ലായിരുന്നു, തുടർന്ന് താങ്കൾ ഫോൺ വിളിച്ചിട്ടാണ് അദ്ദേഹം സമ്മതിച്ചത്. ശുദ്ധാസംബന്ധം ഇല്ലില്ല, അങ്ങനെയില്ലല്ലോ. ഞങ്ങളെല്ലാവരും മന്ത്രിമാർ വന്നാൽ എല്ലാവരെയും മന്ത്രി എന്നുള്ള നില സ്വീകരിക്കും. ഞങ്ങളതൊരു സ്വീകരണമായിട്ട് വെക്കാൻ ആവശ്യം ഇപ്പോൾ ഇല്ല. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറുലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ NSSന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. കൂറുലോസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ആവശ്യമില്ലാതെ കാലു നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കുമെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരിഹസിച്ചു. മാർ കൂറുലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ? ഇല്ലേ? ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ, ആവശ്യമില്ലാതെ കാല് നക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കും. PR പ്രവീണ നൽകും വിവരങ്ങൾ. പ്രവീണ, ജി സുകുമാരൻ നായർ 2 വിഷയത്തിലാണ് ഇപ്പോൾ പ്രധാനമായും പ്രതികരിച്ചതായി നമ്മൾ കണ്ടതൊന്ന് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട്, 2 മാർ കൂറുലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിലും അദ്ദേഹം പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് നൽകിയത്. എന്താണ് ഇക്കാര്യങ്ങളിലൊക്കെ NSSന്റെ ഒരു നിലപാട്? മുൻപ് NSS സുരേഷ് ഗോപിയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അതെല്ലാം പരിഹരിക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, വോട്ടെടുപ്പിന് മുൻപ് തന്നെ സുരേഷ് ഗോപി ആസ്ഥാനത്തെത്തി, NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. അതേക്കുറിച്ച് പ്രതികരിക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാൽ അനുഗ്രഹം വാങ്ങാനാണ് എത്തിയെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തിരുന്നു. പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ മന്ത്രിപദത്തിൽ NSSനും പ്രത്യേകിച്ച് സുകുമാരൻ നായർക്കും വ്യക്തിപരമായ താല്പര്യമുണ്ട് എന്നുള്ളത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കേന്ദ്രത്തിൽ പ്രതിപക്ഷമില്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതിനൊരു പരിഹാരം കണ്ടു എന്നുള്ള നിലയിലും കൂടിയുള്ള പ്രതികരണം വരുന്നത്. സംസ്ഥാനത്തും കേരളത്തിലും ഇതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിലും പ്രതിപക്ഷം ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടി കൂറുലോസ് അദ്ദേഹത്തെ അപമാനിച്ച പിണറായി നടപടി ശരിയായില്ല, അങ്ങോട്ട് പോയി കാല് നക്കാനും കാല് പിടിക്കാനും പോയി ഇന്ന് കിട്ടിയ തിരിച്ചടിയാണിതെന്നുമുള്ള പരിഹാസം കൂടി പറഞ്ഞു വെക്കുകയാണ് സുകുമാരൻ നായർ. ശരി, ജി സുകുമാരൻ നായർ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മാർ കൂറുലോസിനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചതിലാണ് പ്രധാനമായൊരു പ്രതികരണം വന്നത്. അത് നേരത്തെ കൂറുലോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നു. ആവശ്യമില്ലാതെ ഇത്തരത്തിൽ കാല് നക്കാൻ പോയപ്പോൾ ഇതൊക്കെ കേൾക്കും എന്നാണ് പരിഹസിക്കുകയാണ് ചെയ്തത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. NSS യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ദല്ലാൽ നന്ദകുമാർ